ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇൻസ്റ്റൻറ്റ് സാമ്പാറാണ് കേട്ടോ. ഇത് ബാച്ചിലേഴ്സിനാണെങ്കിലും വർക്കിംഗ് ലേഡീസിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. അത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ ഇതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈ സാമ്പാർ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സാമ്പാർ ഉണ്ടാക്കാനായി ഞാനിവിടെ അരക്കപ്പ് കടലപ്പരിപ്പ്, അരക്കപ്പ് തുവരപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കാത്ത വറുത്തരയ്ക്കാത്ത സാമ്പാർ ആയതുകൊണ്ടാണ് ഞാൻ ഈ കടലപ്പരിപ്പ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അത് നിങ്ങളെ കയ്യിൽ ഇനിയിപ്പം തുവരപ്പരിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് തുവരപ്പരിപ്പ് മാത്രം എടുക്കുക. ഇതിപ്പം കടലപ്പരിപ്പും കൂടി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല കൊഴുപ്പും കിട്ടും, ടേസ്റ്റിനും ചെറിയ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി ഞാൻ സെയിം അളവ് എടുത്തിട്ടുള്ളത്, അരക്കപ്പ് വെച്ചിട്ട്. പിന്നെ കുറച്ച് കോൽപ്പുളി, പിഴിയുന്ന പുളി ഉണ്ടല്ലോ, അത് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഈ രണ്ട് പരിപ്പും ഇനി ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് കുക്കറിലിടാം. കുക്കറിൽ അത് 3 വിസിലടിക്കണം. ആദ്യത്തെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലും പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലും കൂടി അടിക്കണം. അപ്പം ഞാൻ ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരട്ടെ. ഞാനതാ ആ പരിപ്പ് കഴുകി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന പാകത്തിൽ, അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ വെള്ളത്തിന്. ആ നിൽക്കാനുള്ള പാകത്തിൽ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കറിൻ്റെ മൂടി അടച്ചതിന് ശേഷം 3 വിസിലടിക്കാം. ഇതിനകത്ത് ഞാൻ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ പരിപ്പ് വെന്തതിന് ശേഷം കഷ്ണങ്ങൾ ചേർക്കാം. നമ്മളെ പരിപ്പ് 3 വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ള പച്ചക്കറികളാണ് ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് 2 മുരിങ്ങക്കായ, അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ കൊത്തമര ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കൊത്തമര ഇട്ട് കഴിഞ്ഞാൽ ഈ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതുപോലെ കുഞ്ഞൊരു കഷ്ണം ചേന, ഇത് ഒരു ചെറിയ പൊട്ടാറ്റോ, ചെറിയ ക്യാരറ്റ്, കുറച്ച് മത്തങ്ങ, പിന്നെ ഞാൻ തക്കാളിയും വെണ്ടക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ചേർക്കാം കേട്ടോ. ബ്രിഞ്ചോളോ അല്ലെങ്കിൽ കുമ്പളങ്ങ, വെള്ളരിക്ക, ഇതെല്ലാം ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയും ഉണ്ടായിരുന്ന കാരണം ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടിത് വേവിച്ചെടുക്കാം. നമ്മളെ പരിപ്പ് ഇവിടെ നമുക്ക് നോക്കാം. ഓക്കെ, പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ചക്കറികൾ ഡയറക്റ്റ് ഈ കുക്കറിലേക്ക് ഇടാം. ഞാനിപ്പോൾ പക്ഷേ കുക്കറിലല്ല ഇടുന്നത്, വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. പരിപ്പ് ഞാൻ വേറെ പാത്രത്തിലേക്ക്, കുറച്ചുകൂടി വലിപ്പമുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച തക്കാളിയും വെണ്ടക്കായയും ഒഴികെ ബാക്കി വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണ്ടേ, അപ്പോൾ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഇനി വെന്ത് വന്നതിന് ശേഷം നമുക്ക് തക്കാളിയും വെണ്ടക്കായും ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ കുറേശ്ശെ തിള വന്നു തുടങ്ങിയിട്ട് ആ സമയത്ത് കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ തിള വരുന്നതോടുകൂടി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ പുളി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് പിഴിഞ്ഞ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പുളി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഷ്ണങ്ങളൊന്നും അധികം വേവില്ല. ഈ സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് 2 തക്കാളിയാണ്. സാമ്പാറിൽ എപ്പോഴും നമ്മൾ ആക്കുമ്പോൾ പുളി കൂടാതിരിക്കാൻ ശ്രമിക്കണേ. ഈ പുളി ഉള്ളത്, സാമ്പാറിൻ്റെ പുളി എന്ന് പറഞ്ഞാൽ തക്കാളിയുടെ പുളിയാണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത്. എപ്പോഴും സാമ്പാറിന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ തക്കാളി 2 എടുത്തിട്ടുണ്ട്. പുളി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഞാൻ കാണിച്ചല്ലോ നേരത്തെ. അപ്പോൾ ചെറിയൊരു പുളി എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഈ വെണ്ടക്കായ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു 5 വെണ്ടക്കായ ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇനി നമുക്ക് വഴറ്റുന്ന സമയത്ത് വഴറ്റിയിട്ടും വേണമെങ്കിൽ ചേർക്കാം. എനിക്ക് ഇതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിങ്ങനെ ഡയറക്റ്റാണ് എപ്പോഴും വെണ്ടക്കായ ഇട്ട് കൊടുക്കാറുള്ളത്.
ഇതാ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി മൂത്ത് വന്ന സമയത്ത് ഒരു സവോള ഇതാ ഇങ്ങനെ ഈ ഒരു ചതുര കഷ്ണങ്ങളായി മുറിച്ചത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 4 വേപ്പില. ഇതിങ്ങനെ ട്രാൻസ്പാരൻ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതൊന്ന് കടിക്കുന്ന ഒരു പരുവത്തിൽ തന്നെ വേണം നമുക്ക് എടുക്കാനായിട്ട്. ആ സമയത്ത് നമുക്കിതിൽ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതാ ഒന്ന് വാടിയിട്ടുണ്ട്. ഇത്രയും മതി സവോള. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി അതൊന്ന് ഇട്ടിട്ട് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടി കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ സാമ്പാറിൻ്റെ പൗഡർ, സാമ്പാർ പൊടി ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. നമ്മൾ ഏത് രീതിയിലുള്ള സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിലും സാമ്പാർ പൊടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എപ്പോഴും വറുത്ത് മാത്രമേ സാമ്പാർ പൊടി സാമ്പാറിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ സാമ്പാർ ഇങ്ങനെ കുറുക്ക് പോലെ വരും. അപ്പോൾ എപ്പോഴും നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. സാമ്പാർ പൊടി ചേർക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് വറുത്തിട്ട് മാത്രം സാമ്പാറിൽ ഇട്ട് കൊടുക്കുക. സാമ്പാർ പൊടി ഇതാ ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് ഞാൻ സാമ്പാറിലേക്ക്, തിളയ്ക്കുന്ന സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ നമ്മുടെ സാമ്പാർ ഇനിയിപ്പോൾ ഇതാ ഇവിടെ തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക. ഇതാ ഇതേപോലെ ഒരു ചെറിയ പീസ് കേട്ടോ. ഇതാ സാമ്പാർ പൊടി ചേർത്തിട്ട് നമ്മൾ സാമ്പാർ ഇവിടെ ഒരു 10 മിനിറ്റായി തിളയ്ക്കുന്നു. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ഇതിലേക്ക് കടുക് വറുത്തിടാം. ഈ സമയത്ത് നമ്മൾ ഉപ്പും പുളിയും എല്ലാം അതുപോലെ മധുരം ഒക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കറക്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടാം. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി കേട്ടോ. അപ്പോൾ ഇത് സാമ്പാറിന് നല്ലൊരു മണം തരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിക്കാം. ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് മല്ലിയിലയുടെ മണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ ചെയ്യണമെന്നില്ല. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇത് മൂടി വയ്ക്കുക. അപ്പോഴേ അതിൻ്റെ മണം സാമ്പാറിലേക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്ക് തുറന്ന് വയ്ക്കാം. അപ്പോൾ വളരെ ഈസിയായി നമുക്കുണ്ടാക്കാവുന്ന സാമ്പാറാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് സാമ്പാർ പൊടി വെച്ച് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു 10 മിനിറ്റ്സൊക്കെ അതിനെടുക്കുകയുള്ളൂ കേട്ടോ ഉണ്ടാക്കി ഫുൾ കഴിഞ്ഞ് വരാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.